ഞാൻ ഇത് പരത്തി പറയല്ല, കാരണം അതൊരു വലിയ നീണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഒരു കുടുംബ ബന്ധം തെളിഞ്ഞാൽ ഒരു ഉടമയും അടിമയും, ഈ ഉടമയോട് ഈ അടിമക്ക് വല്ല നിലക്കും ഒരു കുടുംബ ബന്ധം ഉള്ളതായി തെളിഞ്ഞാൽ എന്താ, മൻ മലകദാ റഹിമിൻ മുഹറമിൻ ഫഹുവ ഹുർറുൻ, രക്തബന്ധമുള്ളവരെ വല്ലവരും അടിമയായി ഉടമപ്പെടുത്തിയാൽ ആ അടിമ സ്വതന്ത്രനാണ്. രക്തബന്ധം തെളിഞ്ഞാൽ പിന്നെ അടിമല്ല, അടിമനെ സ്വതന്ത്രരാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൽപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അടിമകൾക്ക് പുറത്തു പോകാനുള്ള, അടിമകളുടെ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഇത് നോക്കിയേ. 2 പേർ ചേർന്നാണ് ഒരു അടിമ എങ്കിൽ, ഒരാൾ തൻ്റെ വിഹിതം മോചിപ്പിക്കുകയാണ് എങ്കിൽ, ആ അടിമയിൽ തൻ്റെ വിഹിതം മോചിപ്പിക്കുകയാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഒരാൾ ഒരു അടിമയിൽ തൻ്റെ വിഹിതം വിറ്റാൽ അല്ലെങ്കിൽ തൻ്റെ ഓഹരി വിറ്റാൽ ആ അടിമ മുഴുവനും സ്വതന്ത്രനായി എന്നാണ്, മുഴുവനും സ്വതന്ത്രമായി. പിന്നെ അയാളെ അടിമയാക്കി വെച്ച് നിർത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ അതിലൊക്കെ കുറേ ചരിത്രങ്ങളും വിഷയങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരീരം വികൃതമാക്കിയാൽ മോചിതമാകും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു വിഷയമാണ് എന്ത്, ഒരു അടിമയെ അടിച്ചാൽ കണ്ട, മൻ ദറബ ഗുലാമ ലഹു ഹദ്ദൻ ലം യഅതിഹി ഔ ലതമഹു, ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരടിമയെ ഒരാളെ അടിച്ചാൽ അല്ലെങ്കിൽ അയാളുടെ ശിക്ഷ നടപ്പിലാക്കിയാൽ ഫൈന കഫാറത്തുഹു അൻ യുഅ്തിഖഹു എന്നാണ്. അതിൻ്റെ പ്രായശ്ചിത്തം ആ അടിമയെ മോചിപ്പിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതിലൊക്കെ ഉദാഹരണങ്ങൾ വേറെയും കാണാൻ സാധിക്കും. അടിമകളെ അങ്ങനെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച വിഷയം. അതുകൊണ്ടാണ് ഈ അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം തൻ്റെ അടിമനെ അടിക്കുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് റസൂലുള്ള വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ ശബ്ദത്തിൻ്റെ ഗൗരവവും അതിലുള്ള ആ അപായ സൂചനയും കേട്ട് അബൂ മസ്ഊദ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്താ ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പൂർത്തിയാക്കി. എന്താ പിന്നെ, അന്നല്ലാഹ അഖ്ദറു അലൈക് മിൻക് അലാ ഹാദൽ ഗുലാം, ഈ അടിമയുടെ നേരെ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടോ അതിനേക്കാൾ നിങ്ങൾക്ക് നേരെ അള്ളാഹ്ക്ക് കഴിവുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അബൂ മസ്ഊദ് പറയണു, ഹുവ ഹുർറുൻ ലിവജിഹില്ല, ഈ അടിമ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബന്ധന പറഞ്ഞിട്ടുണ്ട്, എന്ത്, അമാലൗലം തഫ്അൽ ല മസ്സത് കന്നാർ, ഇപ്പണി നീ ചെയ്തില്ല എങ്കിൽ, താങ്കൾ ചെയ്തില്ല എങ്കിൽ, അടിമയെ അടിച്ച് അയാളിനെ നിങ്ങൾ മോചിപ്പിച്ചില്ല എങ്കിൽ നരകത്തി താങ്കളെ തൊടുമായിരുന്നു, സ്പർശിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന്. അതെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് പിന്നെ അടിമകളുടെ മോചനം, അവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം അതാണ്. പിന്നെ ഈ വഫിർ റിഖാബ് എന്നുള്ളതുണ്ടല്ലോ, ഇസ്ലാമിൽ പുണ്യം നേടാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ദുല്ലൻ അല്ലിംനി അമല യുദ്ഖിൽനി അൽ ജന്ന, സ്വർഗത്തിൽ എന്നെ പ്രവേശിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരൂ. പുണ്യം നേടാൻ, സ്വർഗം നേടാൻ, അതിന് ഏറ്റവും നല്ല ഒരു മാർഗം ഇസ്ലാം പഠിപ്പിക്കണമെന്ന് നോക്കി നിങ്ങൾ, എന്താ, അടിമമോചനാണ്. നമ്മളവിടെ കേട്ടതുപോലെ ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു പറയാണ്, വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു, ദുർമാർഗവും കാണിച്ചു. സന്മാർഗത്തിൽ വഴി നടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഴി കാണിച്ചതിന് ശേഷം. എന്നിട്ട് മനുഷ്യൻ ഫലഖ്തഹമൽ അഖബ എന്നാണ്, ഈ മലമ്പാതകൾ താണ്ടിക്കടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യം നേടാൻ സാഹസപ്പെട്ടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്, പക്ഷേ മനുഷ്യൻ നന്മകൾ നേടാൻ, പുണ്യം നേടാൻ എന്നിട്ട് സാഹസം കാണിക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. വമാ അദ്റാക മൽ അഖബ, എന്നിട്ട് താണ്ടിക്കടക്കേണ്ട മലമ്പാതകൾ എന്ന് പറഞ്ഞാൽ തേടി നേടേണ്ട സാഹസങ്ങൾ, പുണ്യങ്ങൾ, സാഹസപ്പെട്ട് നേടേണ്ട പുണ്യങ്ങൾ അതേത് എന്ന് പറയുമ്പോൾ കുറേ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ഫക്കു റഖബ എന്നാണ്, അടിമയെ മോചിപ്പിക്കൽ. പിന്നെ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ, യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, പട്ടിണിയുള്ള നാളുകളിൽ ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധമുള്ള അനാഥക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് അന്നം കൊടുക്കുക, ഇതൊക്കെയാണ് അള്ളാഹ് പറയുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അഖബയെ വിശദീകരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഫക്കു റഖബ എന്നാണ്, അടിമമോചനം. ഇങ്ങനെ
ധാരാളം ഉദാഹരണങ്ങൾ നമ്മളിത് തുടക്കത്തിൽ കേട്ട വിഷയമാണത്. മനസ്സിലായില്ലേ? നോക്കൂ, നിങ്ങളൊരു ഹദീസ്, സൂര്യഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഖദ് അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിൽ ഇതാഖത്തി ഫി കുസൂഫി ഷംസ്. സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ പുണ്യം ചെയ്യാൻ പറഞ്ഞില്ലേ, സദക്ക ചെയ്യാൻ പറഞ്ഞില്ലേ, അവിടെ അടിമകളെ മോചിപ്പിക്കാൻ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അതിൻ്റെ ഒരു മഹത്വം, അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ മഹത്വം നോക്കൂ. നിങ്ങളിവിടെ ഒരു തിരുമൊഴി, അയ്യും അമ്രിൻ മുസ്ലിമിൻ ആതക ഇംറഅൻ മുസ്ലിമൻ കാന ഫകാകഹു മിനന്നാർ. ഏതൊരു മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് അത് അവന് നരകത്തിൽ നിന്ന് മോചനമാണ്. ആ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അവയവത്തിനും പകരം ഈ മോചിപ്പിച്ചവൻ്റെ ഓരോ അവയവത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഹത്താ ഫർജഹു ബി ഫർജിഹി എന്നാണ്. ഒരടിമ മോചിതമാകുമ്പോൾ അവൻ്റെ സൂക്ഷ്മാവയവം മോചിതാകുമല്ലേ. അപ്പോൾ ഈ മോചിപ്പിച്ചവൻ്റെ സൂക്ഷ്മാവയവത്തെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ദീനിൽ എത്ര വലിയ മാർഗദർശനങ്ങൾ, എത്ര മഹത്വകരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ കേൾപ്പിച്ചത്.